Hi, friends. Happy Onam and happy Teachers' Day to all my beloved friends out there. Onam reminds us of joy, unity, and gratitude. And I would like to extend the same gratitude to all my wonderful teachers who have given me confidence to teach. So, see, since today it's Teachers' Day, I thought, I have been meaning to do this for a while, but couldn't start in time. I think this is the right time to put this video where I want to thank all my teachers, like name by name. I want to say their name and I want to tell what qualities I have learned from them. And yeah, a few of them did teach me qualities which I shouldn't be learning. And okay, let's focus on the positive ones here. So starting from എൻ്റെ ആദ്യത്തെ ഫേവറേറ്റ് ടീച്ചർ എൻ്റെ അംഗൻവാടി ടീച്ചറാണ് കൊട്ടാരക്കര. She was so good. I meet her even when ഇപ്പോഴും ഞാൻ കൊട്ടാരക്കരയിൽ പോകുമ്പോൾ I meet her. എൻ്റെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് അംഗൻവാടി. So that was my first favorite teacher. And then I went to Kuwait, did my schooling there. സ്കൂളിംഗ് ടൈമിൽ എൻ്റെ രണ്ട് ഫേവറേറ്റ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് എൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ പ്രിയ മാം, രണ്ട് മാത്സ് ടീച്ചർ മിനി മാം. അപ്പോൾ പ്രിയ മാം കാരണമാണ് ഞാൻ ഇംഗ്ലീഷിനെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്. എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എല്ലാ ദിവസവും ഒരു 20 minutes വായിക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഐ ഫീൽ വെരി ഡിസ്റ്റർബ് ഇഫ് ഐ ഡോണ്ട് റീഡ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് മെഡിക്കൽ ബുക്സ്, ഐ മെൻറ്റ് ലൈക്ക് പ്യുവർ ലിറ്ററേച്ചർ. ഇറ്റ്സ് ലൈക്ക് ഓക്സിജൻ. സോ എനിക്ക് ആ ലാംഗ്വേജിനോട് ഇത്രയും ഇഷ്ടം തോന്നാൻ കാരണം ഇറ്റ്സ് ബിക്കോസ് ഓഫ് ബിക്കോസ് ഐ ലേൺ ഫ്രം ഹർ പ്രിയ മാം ക്ലാസ്സിൽ വരുമ്പം ഷീസ് ഓൾവേസ് സ്മൈലിംഗ്, കാം, കമ്പോസ്ഡ്. അത് നമ്മൾ പഠിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇരുന്നൊരു സബ്ജക്റ്റ് അല്ല. ജസ്റ്റ് കെയിം ഇൻ കാഷ്വലി, ലൈക്ക് it was so effortless. So yeah, I love English language because of Priya ma'am. Then comes my maths teacher, Mini ma'am. മാത്സിൽ ഐ വാസ് എ ടോപ്പർ ആൻഡ് ഒലി ഞാൻ മിനി മാമിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചൊരു കാര്യമുണ്ട്. ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വേറൊരു ടീച്ചറിനെ ഞാൻ വളരെ ചുരുക്കമാണ് കണ്ടിട്ടുള്ളത്. ബാക്ക് ടു ബാക്ക് മാം യൂസ് ടു ടേക്ക് ക്ലാസ്സസ് ആൻഡ് ദ ഓൺലി റീസൺ ഐ ലവ് മാത്സ് ഈവൻ നൗ. ഇപ്പം മാത്സുമായിട്ട് എനിക്ക് അത്ര കോൺടാക്റ്റ് ഇല്ല, ഫുൾ മെഡിസിൻ നൗ. പക്ഷേ 12th വരെ ഐ നെവർ ഹേറ്റഡ് മാത്സ്. അതെനിക്കൊരു ഹെഡേക്ക് ആയിട്ട് തോന്നിയിട്ടേ ഇല്ല. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ദ കോൺസെപ്റ്റ്സ് വെർ ക്രിസ്റ്റൽ ക്ലിയർ, വെർ മെയ്ഡ് ക്രിസ്റ്റൽ ക്ലിയർ ബൈ മിനി മാം ആൻഡ് താങ്ക്സ് ടു ഹർ. മാം എന്നോട് പറഞ്ഞ മാം ചിലപ്പോഴൊക്കെ വഴക്ക് കൊടുക്കും മറ്റു കുട്ടികൾക്ക്. എന്നോട് വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ 12th നല്ല ഗുണ്ടായിരുന്നു, തടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അനു ഇനിയിപ്പോൾ ശ്രദ്ധിക്കണം, 12th ആയില്ലേ, ഇനിയിപ്പോൾ ഇത്രയും തടിയൊന്നും വേണ്ട, തടിയൊക്കെ കുറയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തടിയൊക്കെ കുറച്ചിട്ടുണ്ട്. മാമിന് ചിലപ്പോൾ മാമിന് കുറേ പിള്ളേരെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ എന്നെ ചിലപ്പോൾ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവുക പോലും ഇല്ല. ഒന്നാമതെ അപ്പിയറൻസ് ഒക്കെ മാറി. പ്രോബ്ലി എനിക്കൊന്ന് സ്കൂളിങ് ചെയ്ത സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കും എന്നെ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഐ ചേഞ്ച് ഫിസിക്കലി ഒരു ലോട്ട്. എനിവേസ്, താങ്ക്സ് ടു മിനി മാം. അത്രയും ഹാർഡ് വർക്കിംഗ് ക്വാളിറ്റി ഞാൻ അഡ്മയർ ചെയ്തത് മാഡത്തിൻ്റെ അടുത്തു നിന്നാണ്. ഐ നെവർ സീൻ ഹർ എക്സോസ്റ്റഡ് ഓർ ലൈക്ക് ഓഫ് എനിക്ക് വയ്യ എന്ന് ഒരിക്കലും പറയാൻ ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങളുടെ ക്ലാസ് കഴിയുമ്പോൾ അടുത്ത ബാച്ച് വരും. ഷീ ഈസ് ടു ഫുൾ എനർജി ഓൺ. പിന്നെ when I came back to India, Mangalore, I did my MBBS. അവിടെ അനാറ്റമി എൻ്റെ ഫസ്റ്റ് ഇയർ എൻ്റെ പേടി സ്വപ്നമായിരുന്നു അനാറ്റമി. അന്നേരം ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്തത്. ആൻഡ് 1 second ഗൈസ്. അപ്പോൾ അനാറ്റമി എനിക്ക് സിമ്പിളാക്കി തന്നത് ഐ തിങ്ക് ഇറ്റ്സ് എ ബിഗ് നെയിം ഇൻ മെഡിക്കൽ ഫീൽഡ്, ഡോക്ടർ ശ്രീകാന്ത് വർമ്മ സാറാണ്. ആൻഡ് എൻ്റെ MBBS ടൈമിൽ എന്നെ പഠിപ്പിച്ച ഒരു മാം ഉണ്ട്, മീര മാം. ഹെർ ക്ലാസ്സസ് ആർ എക്സെപ്ഷണൽ. അങ്ങനെ പഠിപ്പിക്കുന്ന വേറൊരു മാഡത്തിനെ അല്ലെങ്കിൽ ഒരു സാറിനെ ഞാൻ കണ്ടിട്ടില്ല. സോ താങ്ക്സ് ടു മീര മാം. താങ്ക്സ് ടു പക്ഷേ മീര മാമിൻ്റെ ക്ലാസ്സസ് ഞങ്ങൾക്ക് ലിമിറ്റഡ് ആയിരുന്നു ബിക്കോസ് ലോട്ട് ഓഫ് ഫാക്കൽറ്റീസ് വരെ. പിന്നെ കംപ്ലീറ്റ് അനാറ്റമി ഞാൻ പഠിക്കുന്നത് ശ്രീകാന്ത് വർമ്മ സാറിൻ്റെ അടുത്തു നിന്നാണ്. ഞാൻ അത്രയും പേടിച്ചിരുന്ന പാസ്സാവോ കർത്താവേ എന്ന് ആലോചിച്ചിട്ടിരുന്ന ഒരു സബ്ജക്റ്റ് കേക്ക് വോക്ക് ആക്കി തന്നത് ദാറ്റ്സ് ശ്രീകാന്ത് സർ. ആൻഡ് ഇപ്പം ഞാൻ അനാറ്റമി പഠിപ്പിക്കുന്നുണ്ട്. ഇറ്റ്സ് ഉള്ളി ബിക്കോസ് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയത്. ഇപ്പം ഞാനൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ എനിക്ക് അത്രയും കോൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ ഞാൻ അത് പഠിപ്പിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് വേറെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കും. അപ്പം എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു ടോപ്പിക് എടുക്കത്തുള്ളൂ.
അപ്പോൾ അനാറ്റമിയൊക്കെ ഞാൻ MBBS ടൈമിൽ ഒരിക്കലും വിചാരിച്ചില്ല. മറ്റേ സബ്ജക്ട്സ് കുഴപ്പമില്ലായിരുന്നു, നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. പക്ഷേ അനാറ്റമി എന്നൊക്കെ പറഞ്ഞാൽ അത് മോസ്റ്റ്ലി വി ഓൾ നോ ഫ്രം മെഡിസിൻ ഫീൽഡ് ദാറ്റ് ഇറ്റ്സ് നോട്ട് എ സബ്ജക്ട് ദറ്റ് എവറിബഡി ലൈക്സ്. എനിക്ക് ലൈക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ സമയത്ത് മനസ്സിലാക്കാൻ എന്ത് പഠിക്കണം, ഏത് ടോപ്പിക് പഠിക്കണം, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ശരിയാക്കി തന്ന സാറാണ്. ബിഗ് താങ്ക്സ് ടു ശ്രീകാന്ത് വർമ്മ സർ. പിന്നെ മെഡിസിൻ, പിന്നെ വെൻ ഐ വെൻറ്റ് ടു തേർഡ് ഇയർ ഫോർത്ത് ഇയർ ദാറ്റ് വാസ് ഓക്കെ. മെഡിസിൻ ഞാൻ MBBS ടൈമിൽ എൻ്റെ സാറ്, there were 2-3 sirs that I always look up to. അതിലൊരാളാണ് ഡോക്ടർ ബാലചന്ദ്രൻ സർ. അപ്പോൾ ഞാൻ സാറിനെ ഫസ്റ്റ് പരിചയപ്പെടുന്നത് ഞാൻ തേർഡ് ഇയറോ ഫോർത്ത് ഇയറോ ഞാൻ ഇടയ്ക്ക് തലകറങ്ങി വീഴുകയൊക്കെ ചെയ്തു. അപ്പോൾ ഐ വാസ് ഫീലിംഗ് വെരി ടയർഡ്. സോ ഞാനാണെങ്കിൽ OPD ചെന്നപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജില്ലേ, അപ്പോൾ കുറേ ഡോക്ടേഴ്സ് ഉണ്ടാവും. അപ്പം ഐ ഓൾവേസ് വാണ്ട് ദി ബെസ്റ്റ്. ഓക്കെ, അത് എന്താണെങ്കിലും ലൈഫിൽ എന്ത് കാര്യമാണെങ്കിലും ഐ ഓൾവേസ് വാണ്ട് ദി ബെസ്റ്റ്. അപ്പം ഞങ്ങൾക്കൊന്നും മെഡിസിൻ പോസ്റ്റിംഗ് ഒന്നും ഇല്ല, ഡോക്ടേഴ്സിനെ അറിയത്തില്ല. അപ്പം ഞാനാണെങ്കിൽ പുറത്ത് നിന്നിട്ട് അവിടുത്തെ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ ഇവിടെ മെഡിസിനിൽ ആരാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു. അപ്പം സിസ്റ്റർ പറഞ്ഞു ദറ്റ്സ് ഡോക്ടർ ബാലചന്ദ്രൻ. ഞാൻ പറഞ്ഞു എനിക്ക് സാറിനെ ഒന്ന് കാണണം. സോ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് മീറ്റിംഗ് വിത്ത് ഹിം. ആള് he's at the top of his game. Okay, അപ്പോൾ ഇന്ന് സാറിൻ്റെ ഒരു മെസ്സേജ് ദറ്റ് he messaged me saying that Anu, sometimes I see your videos. അപ്പോൾ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സാറ് എൻ്റെ മെൻറ്ററാണ്, എൻ്റെ ഗുരുവാണ്. എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചപ്പം സത്യം പറഞ്ഞാൽ ഐ ഫെൽ വെരി ഹാപ്പി ആൻഡ് കണ്ടെൻറ്റ്. എനിക്കത് ആക്ച്വലി ഒരു വലിയൊരു അവാർഡ് കിട്ടുന്നതിന് തുല്യമാണ്. എന്നെ പഠിപ്പിച്ച സാറുമാർ ഓക്കെ ദേ ആർ വാച്ചിങ് മീ എന്ന് അറിയുന്നത് ഇറ്റ്സ് ഓൾ ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ എനിക്ക് മെഡിസിനിൽ എനിക്ക് സാദിഖ് അലി സർ, പിന്നെ സാറിൻ്റെ പേരെന്താ, ഒരു സിഡ്നി സാറുണ്ട്. സിഡ്നി സാർ ഐ തിങ്ക് അവിടുത്തെ HOD ആണ് തോന്നുന്നു. ഇപ്പോൾ സാറായിട്ട് ഇപ്പോൾ അത്ര കോൺടാക്റ്റ് ഇല്ല, എനിക്ക് നമ്പർ പോയി. അപ്പം സിഡ്നി സാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്കാണെങ്കിൽ അവിടുത്തെ ഭാഷ അറിയത്തില്ല, എനിക്ക് ആ പടെ ഗുത്തില്ലേ അറിയത്തുള്ളൂ കന്നഡയിൽ. പക്ഷേ എനിക്കാണെങ്കിൽ പേഷ്യൻസിനോട് സംസാരിക്കാൻ ഇഷ്ടമാണ്, അവരെ എക്സാമിൻ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് എനിക്ക് അവരോട് ഡീൽ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ചില ഫ്രണ്ട്സിനൊന്നും അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ട് അവർ മാറി നിൽക്കുന്നത്. ഞാനാണെങ്കിൽ എനിക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാറി നിൽക്കും. അപ്പം ഞാൻ ഒരിക്കലും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ബോർഡിൽ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം സിഡ്നി സാർ വന്നിട്ട് എന്നോട് പറഞ്ഞു, അനുഗ്രഹ, നീ ഈ ബുക്ക് വായിക്കുന്നതും പേഷ്യൻസിനോട് ചെന്ന് സംസാരിക്കാൻ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്, എന്താണെന്ന് അറിയാൻ ചോദിച്ചു. എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ സീഷോറിൽ ഇരുന്ന് കടൽ കാണുന്നതും പിന്നെ സ്വന്തമായിട്ട് കടലിൽ സ്വിം ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. യു ഗെറ്റ് ടു നോ ദ സീ വെൻ യു സ്വിം, വെൻ യു ഗോ ഡീപ്പ് ഇൻസൈഡ്. ഇപ്പോൾ യു ആർ ജസ്റ്റ് സീയിങ് ദ സീ ഫ്രം ദ ഷോർ. അതാണ് നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബുക്ക് വായിക്കുന്നത്. യു ഷുഡ് ഗോ ആൻഡ് ടോക്ക് ടു യുവർ പേഷ്യൻസ്. പക്ഷെ എനിക്കപ്പോൾ സാറിനോട് പറയാൻ പറ്റില്ല, എനിക്ക് ഭാഷ അറിയില്ല. അവിടെ ഇപ്പോൾ 4 വർഷം കഴിഞ്ഞിരുന്നു. ഇറ്റ്സ് ലൈക്ക് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് കന്നഡ. ഒരു ഇൻറ്റേൺഷിപ്പൊക്കെ ആയപ്പോൾ മനസ്സിലാവും, പക്ഷേ എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ അറിയത്തില്ല. എനിവേസ് സർ വാസ് എ ഗുഡ് അഡ്വൈസ്. ആൻഡ് ദെൻ ഫൈനലി ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു സർജൻ ഉണ്ട് അവിടെ. സാറിൻ്റെ പേര് അമീർ അലി സർ, വണ്ടർഫുൾ മാൻ. ഞാൻ ആ സാറിനെ പറ്റി പറയുന്നതിന് മുന്നേ എനിക്ക് തേർഡ് ഇയർ 3.5 years ഫോർത്ത് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും ഞാനൊന്ന് വീണായിരുന്നു. അപ്പം ഐ കുഡൻറ്റ് വാക്ക് പ്രോപ്പർലി. അപ്പം ഞാൻ ആദ്യമേ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു, ശരിയായില്ല, നടക്കാൻ പാടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ വന്നു, ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ്, ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഇവിടുന്ന് എടുത്തു. പിന്നെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണൊന്ന് പ്രോപ്പറായിട്ട് പിന്നെ നടക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ആ സമയത്ത് അത്രയും ക്ലാസ്സസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോർത്ത് ഇയർ ആയപ്പോഴത്തേക്കും ഫോർത്ത് ഇയർ ആയപ്പോഴത്തേക്കും എനിക്ക് സർജറിയിൽ അറ്റൻഡൻസ് ഷോർട്ടേജ് വന്നു. ബേസിക്കലി മെഡിക്കൽ റീസണാണ്. അപ്പം ഞാനിത് ഇതിനെപ്പറ്റി പറയാനായിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് തന്നു. അപ്പോൾ പ്രിൻസിപ്പളും സർജനാണ്. അപ്പോൾ എനിക്ക് ആളുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഓർമ്മിക്കാൻ എനിക്ക് ആഗ്രഹവുമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളായിട്ട് അവിടെ ചെല്ലുന്നു. അപ്പം പുള്ളിക്കാരൻ എന്നെ ആദ്യമായിട്ട് കാണുന്നു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാൻ അവിടെ ചെന്നപ്പോൾ വേറൊരു കാര്യം നടന്നുകൊണ്ടിരിക്കാം. എന്നോട് അകത്ത് കയറിക്കോളാൻ പറഞ്ഞു PA. അപ്പം ഞാൻ കയറുമ്പോൾ വേറൊരു പയ്യൻ അവിടെ നിൽക്കുന്നുണ്ട്, ഏതോ ഒരു ബാച്ചിൽ നിന്നാണ്, പ്രിൻസിപ്പൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ സീൻ ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. പുള്ളിക്കാരൻ പ്രിൻസി ഇവനിരുന്ന് കരയാണ്.
അപ്പം ഇവരോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഫീൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ ഫാമിലിക്ക് നിൻ്റെ അച്ഛനെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീയൊക്കെ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് അഡ്മിഷൻ എടുക്കാൻ വരുന്നത് എന്ന് പറഞ്ഞ് വളരെ കൊച്ചല്ല എൻ്റെ പ്രായമായിരിക്കും, അല്ലെങ്കിൽ എനിക്കൊന്ന് ജൂനിയറാണെന്ന് തോന്നുന്നു, അവനെ വല്ലാതെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ അവൻ പിടിച്ചു തന്നു. പിന്നെ ഞാനും കൂടെ കയറിയപ്പോഴത്തേക്കും ഇവൻ എന്നെ നോക്കിയിട്ട് കരയാൻ തുടങ്ങി. ഇയാൾ ഗെറ്റ് ഔട്ട് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ പ്രശ്നം ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ട്, മെഡിക്കൽ റീസണാണ്, ഞാൻ വീണിട്ടുണ്ടായിരുന്നു, നടക്കാൻ വയ്യ. അവിടുത്തെ ഡോക്ടേഴ്സ് തന്നെയാണ് ആദ്യമേ ട്രീറ്റ് ചെയ്തത്. പിന്നെ ശരിയാവുന്നതാണ് ഞാൻ നാട്ടിലോട്ട് വന്നത്. അപ്പോൾ മെഡിക്കൽ റെക്കോർഡുണ്ട്, എനിക്കൊരു 20 ക്ലാസ്സസ് കുറവാണ് സർജറിയിൽ. അപ്പോൾ അവർ എക്സ്ട്രാ ക്ലാസ്സസ് എടുക്കും. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അറ്റൻഡൻസ് ഷോർട്ടേജ് ആയിട്ട്. അപ്പം എനിവേസ് ഞാൻ പറഞ്ഞു, സാറേ അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ട്, ഇതാണ് റീസൺ, മെഡിക്കൽ റീസൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ മാംഗ്ലൂരാണ് സ്ഥലം. അപ്പോൾ ആ ഒരു പ്രെജുഡിസ്ഡ് മൈൻഡിൽ പറഞ്ഞതാണോ, എന്നെ ആദ്യമായിട്ടാണ് ആൾ കാണുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിന്നെപ്പോലുള്ള പെണ്ണുങ്ങൾ കുടിച്ചും വലിച്ചും രാത്രി കറങ്ങി നടക്കും, പിറ്റേ ദിവസം എന്താ ക്ലാസ്സിന് വരത്തില്ല, അങ്ങനെ ആകുമ്പോൾ അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ടാവും, എനിക്ക് എക്സാം എഴുതിപ്പിക്കാൻ സമ്മതിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഐ എം എ ടീ ടോട്ടലർ, ഐ ഡോണ്ട് ഡ്രിങ്ക് ഓർ സ്മോക്ക്. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരോട് എനിക്ക് എതിർപ്പൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് എന്ത് മൈൻഡിലാണ് അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല, ഞാൻ എന്തായാലും കുടിച്ചും വലിച്ചിട്ടും അല്ല ക്ലാസ്സസ് മിസ് ചെയ്തതെന്ന് പറഞ്ഞു. എനിവേസ് അപ്പോൾ അങ്ങനെ ഒരു സംസാരം ഉണ്ടായി. ആൻഡ് ദാറ്റ് ഗോട്ട് ഓവർ ദെയർ. അതിനുശേഷം ഞാൻ ഈ സർജറി HOD അടുത്ത് ചെന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞിട്ടാണ്, അപ്പോൾ എൻ്റെ മൈൻഡിൽ ഓക്കെ ഇനിയിപ്പോൾ എന്താ എനിക്കറിയില്ല, എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ, ജെനുവിൻ റീസൺ ആണ്, ഇത് ഇയാൾ കേൾക്കുന്നുമില്ല, ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്തു. അപ്പം ഇതിന് ശേഷം ഞാൻ നമ്മുടെ സർജറി HOD ഡോക്ടർ അമീർ അലി സാറിനെ കാണാൻ ചെല്ലുന്നു. അപ്പോൾ സാറിനെ ഞാൻ HOD നമുക്ക് അങ്ങനെ പരിചയമൊന്നുമില്ല, ഞങ്ങൾ 1-2 ക്ലാസ്സസ് ഒക്കെ എടുത്തിട്ടുണ്ട്, ഞാൻ സാറിനെ അപ്പോഴേ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ചെല്ലുന്നു. ഐ വാസ് സ്കേർഡ്, ഇനിയിപ്പോൾ ഈ സാർ ഇനി എന്താ പറയാൻ നമുക്കറിയില്ലല്ലോ. I would say he is one of the best men I've ever seen, Amir Ali sir. He asked me, he saw my reports, okay, and ഞാൻ പറഞ്ഞു, സാർ ഇനി ഇത് ഉണ്ടാവില്ല. അപ്പം എന്നോട് ചോദിച്ചു, അനുഗ്രഹം ഇനി ഇത് ഉണ്ടാവില്ല എന്ന് പറയാൻ ചെയ്ത് മനഃപൂർവ്വം ചെയ്തൊരു കാര്യമല്ല, താൻ വീണു, മെഡിക്കൽ റീസൺ കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അത് തെറ്റല്ല, ഇറ്റ് ഇസ് ഓക്കെ. ക്ലാസ്സസ് എന്തായാലും കുറേ പിള്ളേരുണ്ട് അറ്റൻഡൻസ് കുറവായിട്ട്, നമ്മൾ ക്ലാസ്സസ് ഉടനെ തന്നെ തുടങ്ങും, യു ക്യാൻ അറ്റൻഡ് ഇറ്റ് എന്ന് പറഞ്ഞു. ആൻഡ് ദ വേ ഹി ടോക്ട്, അപ്പം ഞാൻ കുറച്ച് പേടിച്ചാണ് ചെന്നത്, ബിക്കോസ് ഐ ഗോട്ട് സ്കേർഡ്, ഇനി 1 year ലാഗാവോ അങ്ങനെ പേടിപ്പിച്ചാണ് മറ്റേ പ്രിൻസി പറഞ്ഞു വിട്ടത്. പിന്നെ ഒരു സംസാരമൊക്കെ ഉണ്ടായല്ലോ. പക്ഷെ പുള്ളിക്കാരൻ വളരെ കമ്പോസ്ഡായി, ആളൊരു എക്സിബിറ്റ് ചെയ്ത ഒരു പോസിറ്റീവ് എനർജി ഇപ്പോഴും എനിക്കുണ്ട്. അപ്പോൾ നമ്മളൊരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ പഠിച്ചത് പുള്ളിക്കാരനെ കണ്ടിട്ടാണ്. ഇപ്പം കോണ്ടാക്റ്റ് ഇല്ല, ബട്ട് താങ്ക്സ് ടു യു. ഹീസ് എ വെരി ജെന്റിൽമാൻ ആണ്, very right person to sit in a chair. Okay, so that was Dr. Amir Ali sir. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇവിടുന്ന് പാസ് ഔട്ടായി പോകുന്നതിൻ്റെ ലാസ്റ്റ് ഡേ ഞാൻ സാറിനെ കാണാൻ ചെല്ലുന്നു, അമീർ അലി സാറിനെ. എന്നിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, ഞാൻ പോവുകയാണ്. അപ്പം സാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അനുഗ്രഹ, wherever you are, okay, ഇതൊരു take this as an advice, wherever you reach, ഏത് പൊസിഷനിലെത്തിയാലും be like this, ഹംബിളായിട്ട് നിൽക്കുക. Okay, I said okay, yes sir. All right, so that's all about did I miss any other teacher? എൻ്റെ മനസ്സിൽ വന്ന എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ I have addressed. And who is my greatest teacher? I think my greatest teacher is my life itself. ചില ഹാർഡ്ഷിപ്സും ചില സെറ്റ് ബാക്സും ഒക്കെയാണ് ഇന്ന് ഞാൻ പണ്ട് ഇങ്ങനെ ഒത്തിരി സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല, ഇപ്പോഴാണ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്. സോ ഐ തിങ്ക് മൈ ലൈഫ് ഇസ് മൈ ഗ്രേറ്റസ്റ്റ് ടീച്ചർ. So that's all guys. Once again, happy Teachers Day to all my wonderful teachers, and happy Onam to every one of you out there. Stay blessed, stay healthy. And there's one more thing I wanted to say. Oh, this sir I shouldn't forget. Teachers Daily sir ne ഞാൻ മറക്കാൻ പാടില്ല. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ there was a nephrologist ഉണ്ട്, പുള്ളിക്കാരൻ്റെ പേര് ഡോക്ടർ ചാക്കോ വർഗീസ്. ഇപ്പോൾ സാറിനെ പറ്റി
വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ അങ്ങനെ ഡിഫൈൻ ചെയ്യാനായിട്ട് മതിയാവില്ല. ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെൻ ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡോക്ടേഴ്സ് ഐ ഹാവ് സീൻ ടിൽ ഡേറ്റ്. അപ്പോൾ ഞാനിവിടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എന്നോട് ഒരാൾ പറഞ്ഞു, അയ്യോ സാറ് ഭയങ്കര റൂഡാണ്, GRSനോടൊക്കെ റൂഡാണ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു ചെറിയ പേടി കൊണ്ട് തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ സാറ് ഫസ്റ്റ് ഡേ തന്നെ സാറ് വന്നു. ഓക്കെ, എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഓക്കെ, ആൻഡ് ദെൻ ഹി ഗേവ് മി എ ചോക്ലേറ്റ്. ആൻഡ് ദെൻ ഹി സ്റ്റാർട്ടഡ് ടീച്ചിങ് പൈലോനെഫ്രൈറ്റിസ് ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചു. ആൻഡ് സാറിൻ്റെ കൂടെ ഒരു 3-4 ദിവസമേ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഹി ടോട്ട് മീ ഹൗ എ ഡോക്ടർ ഷുഡ് ബി. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വൺസ് ആസ് ഐ പ്രോഗ്രസ് ആസ് എ ടീച്ചർ ആസ് വെൽ ആസ് എ ഡോക്ടർ, സാറിൻ്റെ ആ നല്ല ക്വാളിറ്റീസ്, എങ്ങനെ ആൾക്കാരോട് ഡീൽ ചെയ്യണം, എങ്ങനെ ജൂനിയർ ഡോക്ടേഴ്സിനോട് ഡീൽ ചെയ്യണം, ഹീസ് സച്ച് എ നൈസ് മാൻ. അതൊക്കെ I have instilled in me, and I hope I can exhibit them once I progress in life. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. അപ്പം മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മളൊരാളെ ഒരിക്കലും വിലയിരുത്താൻ പാടില്ല. നമ്മൾ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴായിരിക്കും ആളുടെ ശരിക്കുമുള്ള സ്വഭാവം നമ്മൾ അറിയുന്നത്. സോ ദാറ്റ്സ് വൺ തിങ് ഐ ലേൺ ദാറ്റ്. അപ്പം ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് എന്നോട് പറഞ്ഞത്, പുള്ളിക്കാരൻ കുറച്ച് റഫാണ്, റൂഡാണ്. I said okay, but when I met him and I started working with him, he turned out to be the best doctor I have seen. ഇന്നും ഞാൻ ഇപ്പം ഒരു ഡോക്ടർ കയറി വന്നാൽ, ഒരു സീനിയർ ഡോക്ടർ കയറി വന്നാൽ എന്നിച്ച് കൈ കൂപ്പുന്നത് എനിക്ക് തോന്നുന്നു ഡോക്ടർ ചാക്കോ വർഗീസ് ആ സാറിൻ്റെ അടുത്തായിരിക്കും. ഓക്കെ, ആൻഡ് so that's it guys. So stay healthy and yeah, I'll see you all in the next class.